നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു പോസ്റ്റ് ഇട്ടാൽ അതിന് താഴെ ഇപ്പോൾ പൊങ്കാലയോട് പൊങ്കാലയാണ്. അതിനി ഏതു തരത്തിലുള്ള പോസ്റ്റ് ആയിരുന്നാലും ശരി, പ്രധാനമായും ഏതെങ്കിലും ദിവസവുമായി ബന്ധപ്പെട്ടുള്ളൊരു പോസ്റ്റ് വരികയാണെങ്കിലോ കടിച്ചാൽ പൊട്ടാത്ത തരത്തിലുള്ള അർത്ഥങ്ങളില്ലാത്ത വാക്കുകൾ ഉപയോഗിക്കുകയൊക്കെ ചെയ്തെങ്കിൽ പിന്നെ പറയേണ്ടതില്ല. ഇപ്പോൾ സമാനമായ രീതിയിൽ ട്രോളുകൾക്ക് വിധേയമാകുന്ന ഒരു പോസ്റ്റ് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പ്രസിദ്ധീകരിച്ചു. ആ പോസ്റ്റ് ഇങ്ങനെയാണ്: ഇന്ന് കാൾ മാർക്സിന്റെ ചരമദിനമാണ്. എല്ലാവരും തുല്യതയോടെയും സംതൃപ്തിയോടെയും ജീവിക്കുന്ന ഒരു സാമൂഹിക ക്രമത്തിനായി വാദിക്കുക മാത്രമല്ല, അതിനായി വിപ്ലവ സമരത്തിൽ അണിനിരക്കണമെന്നും മാർക്സ് നിരന്തരം ഓർമ്മിപ്പിച്ചിരുന്നു. നവലിബറൽ മുതലാളിത്ത നയങ്ങൾ ലോകമെങ്ങും ജനജീവിതം കൂടുതൽ ദുസ്സഹമാക്കുന്നു. ഇന്ന് മാർക്സിന്റെ വാക്കുകൾക്കും മാർക്സിസത്തിനും പ്രാധാന്യം ഏറുകയാണ്. ചൂഷണത്തിലൂടെ ലാഭം കുന്നുകൂടുന്ന കോർപ്പറേറ്റ് കുത്തകൾക്കെതിരെ ജനകീയ സമരങ്ങൾ ഉയർന്നു വരേണ്ടതുണ്ട്. ഈ സമരങ്ങളെ വർഗീയതയും വംശീയ വിദ്വേഷവും പുറത്ത് ഭിന്നിപ്പിക്കുന്ന പ്രതിലോമ ശക്തികളെയും കരുതിയിരിക്കണം. നവലിബറൽ കാലത്തെ വിപ്ലവ മുന്നേറ്റങ്ങൾക്ക് മാർക്സിന്റെ ഓർമ്മകൾ കരുത്തുപകരും എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പോസ്റ്റ്. ഇപ്പോൾ വലിയ രീതിയിൽ ആ പോസ്റ്റിന് താഴെ സമൂഹ മാധ്യമങ്ങളിൽ പൊങ്കാല ഇട്ടിരിക്കുകയാണ് എന്ന് പറയുന്നു. ഇപ്പോൾ മാർക്സിസം അല്ലല്ലോ പിന്നിസം അല്ല നടക്കുന്നതെന്നടക്കമുള്ള പറയുന്നു. ശരി മുതലാളി എന്ന് പറയുന്നവരും കുറവല്ല, നല്ല ആളായി സംസാരിക്കുന്നത് എന്ന് പറഞ്ഞു നിർത്തുന്നവരും കുറവല്ല. എന്തായാലും ആശ ലോറൻസ് ഇതുമായി ബന്ധപ്പെട്ടൊരു പോസ്റ്റ് ആശയുടെ ഫേസ്ബുക്കിൽ അവർ കുറിച്ചിട്ടുണ്ട്. ആ പോസ്റ്റ് ഇങ്ങനെയാണ്: ചിരിയോ ചിരി, ടെൻഷൻ മാറും, ഡിപ്രഷനും മാറും, വായിക്കുക വരിക്കാറാകുക. മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സാറിന്റെ പോസ്റ്റുകൾ: ഒന്ന്, എല്ലാവരും തുല്യതയോടെ സ്വന്തം സഖാക്കളോട് തുല്യത കാണിക്കാത്ത ആളാണേ. രണ്ട്, മുതലാളിത്ത നയങ്ങൾ ജനജീവിതം ദുസ്സഹമാക്കുന്നു എന്ന്. മുതലാളിമാരെ ഉള്ളൂ CPKM-ലും DYFI-യിലും. ലോകത്തുള്ള സകല മുതലാളിമാരെയും കേരളത്തിലേക്ക് ക്ഷണിക്കുന്നു. കേരളത്തിലെ വലിയ വലിയ മുതലാളിമാരാണ് ചങ്ങായിമാർ. മുഖ്യമന്ത്രിയുടെയും സഖാക്കളുടെയും ഒരു വലിയ മുതലാളി നാട്ടുകാരോട് വിളിച്ചു പറഞ്ഞു: 5 വർഷം ഇന്ത്യ വിട്ട പിണറായി വിജയൻ ഈ മുതലാളി ഇല്ലാതെ പോയിട്ടില്ലാന്ന്. 3, കോർപ്പറേറ്റ് കുത്തകകൾക്ക് എതിരെ റിലയൻസ് റീറ്റെയിൽ ഷോപ്പ് തുടങ്ങിയപ്പോൾ എറിഞ്ഞു തകർത്തത് DYFI-ക്കാർ. ഇന്ന് DYFI-ക്കാരും ഫാമിലി മെമ്പേഴ്സും റിലയൻസിലെ ജീവനക്കാർ അംബാനി കൊടുക്കുന്ന ശമ്പളം കൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നവരാണ്. 4, വർഗീയത വംശവിദ്വേഷവും പറഞ്ഞ് ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന പ്രതിലോമ ശക്തികൾക്കെതിരെ ഒന്നിക്കണം എന്ന്. വർഗീയതയെ ഏറ്റവും കൂടുതൽ നടപ്പാക്കുന്നത് CPIM അഥവാ CPKM തന്നെ അല്ലേ സാറേ? വർഗീയത പറഞ്ഞിട്ട് വോട്ട് മേടിച്ച് അധികാരത്തിൽ ഏറിയത് ആരാണ് സാറേ? കേരള ജനതയെ വർഗീയത പഠിപ്പിച്ചത് CPM അല്ലേ സാറേ? വർഗീയത പറഞ്ഞ് തമ്മിലടിപ്പിക്കുന്നത് CPM അല്ലേ സാറേ? മാർക്സ് ഉണ്ടായിരുന്നു എങ്കിൽ ഈ വെട്ടിനിരത്തൽ, അതുപോലെ തന്നെ 51 വെട്ട്, പരസ്യശാസന, തരം താഴ്ത്തൽ, പുറത്താക്കൽ എന്നതിനായിരുന്നു കൂടുതൽ ചാൻസ് എൻ്റെ സാറേ. എന്തായാലും വലിയ രീതിയിലുള്ളൊരു പരിഹാസം, ഓരോ വാക്കിനും ഓരോ രീതിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞ് കൃത്യമായ മറുപടി പറഞ്ഞുള്ള ഈ പോസ്റ്റ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയായിരിക്കുകയാണ്. എന്തായാലും വായില്ലാ കുന്നിലപ്പൻ ഇടയ്ക്കിടയ്ക്ക് മാത്രമേ വാ തുറക്കുകയുള്ളൂ, അതും വല്ല മണ്ടത്തരത്തിനായിരിക്കുമെന്നും പലരും പറഞ്ഞു വെക്കുന്നുണ്ട്. എന്തായാലും സമൂഹ മാധ്യമങ്ങളിൽ അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് വലിയ രീതിയിൽ തന്നെയാണ് ചർച്ചയാവുകയും പരിഹസിക്കുകയും ഒക്കെ ചെയ്യുന്നത്.